പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എന്നേക്കും ആമേൻ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കൾ ഞാൻ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈ വീഡിയോ ചെയ്യാനായിട്ട് ഉണ്ടായ ഒരു സാഹചര്യം, ഇപ്പോഴുള്ള നമ്മുടെ നാട്ടിലെ, സ്റ്റേറ്റിലെ, രാഷ്ട്രത്തിലെ, രാജ്യത്തിൻ്റെ അവസ്ഥ കണക്കാക്കിക്കൊണ്ടാണ്, മനസ്സിലാക്കിക്കൊണ്ടാണ്. ഇപ്പോഴായിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് അനിവാര്യമാണെന്ന് വിഷ്ണുവാരിന് തോന്നിയതുകൊണ്ടാണ് യേശുനാമത്തിൽ പിതാവായ ദൈവത്തിന് അനന്തകോടി നന്ദി, സ്തുതി, സ്തോത്രം, ആരാധന, മഹത്വം എന്ന അനന്തകോടി പ്രാവശ്യം ഏറ്റുചൊല്ലിൽ പ്രഘോഷിക്കുന്നു, പ്രഖ്യാപിച്ചുകൊണ്ട് യേശുനാമത്തിൽ ആകാശവും ഭൂമിയും സൃഷ്ടിക്കുകയും അതിലുള്ള സർവ്വചരാചരങ്ങളെ സൃഷ്ടിക്കുകയും അവയ്ക്ക് ജീവനും ആത്മാവും നൽകി ഇന്നും എന്നും പരിപാലിക്കുന്ന സത്യദൈവത്തിൻ്റെ ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ ലയിക്കപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തു കഴിഞ്ഞ വർഷം വിഷ്ണുവായനോട്, തൻ്റെ ജനത്തോട്, ദൈവജനത്തോട്, ഏകസത്യദൈവത്തോട് വിശ്വസിക്കുന്ന, വിശ്വസ്ത പുലർത്തുന്ന മർത്യകുലത്തോട്, മാനവഗണത്തോട്, ദൈവത്തിൻ്റെ സ്വന്തം ജനതയോട്, ദൈവത്തിൻ്റെ സ്വന്തം ഇസ്രായേലിനോട്, തിരുസഭയോട്, കേരള കത്തോലിക്ക സഭയോട്, ഏകസത്യദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന സർവ മാനവകുലത്തോടുമായിട്ട്, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു ബോധ്യമനുസരിച്ച് തിരുസഭയുടെ പിതാവായ യേശുവിൻ്റെ പിൻഗാമിയായ പത്രോസിൻ്റെ പാത തുടർന്ന് ഇന്ന് അവസാനം എത്തി നിൽക്കുന്ന തിരുസഭ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കീഴിലാണ്. മാർപ്പാപ്പയെ ധരിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ കർദിനാൾ സംഘത്തെ, ബിഷപ്പുമാരെ, സഭാ മേലധികാരികളെയും, അഭിഷിക്തരെ, പുരോഹിതരെ, സന്യസ്തരെ, ദൈവവചന പ്രഘോഷണ, പ്രാർത്ഥന, ശുശ്രൂഷ മേഖലയിൽ വ്യാപരിക്കുന്ന സകല മർത്യകുലത്തെയും, അപ്രകാരം തന്നെ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന, ഏകസത്യ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവരോടും ആയിട്ടാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. 2023 പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താൻ തന്നിട്ടുള്ള ഒരു സന്ദേശമാണ് ഇത്. പിന്നീട് പരിശുദ്ധാത്മാവ് വീണ്ടും ഒരിക്കൽ സന്ദേശം തരികയുണ്ടായി, അടുത്ത വർഷം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അനിവാര്യമായിട്ടുള്ള, ഏറ്റവും ഉത്തമവും ഉചിതമായിട്ടൊരു സമയമായിട്ട് പരിശുദ്ധാത്മാവ് നൽകിയ പ്രേരണ അനുസരിച്ചാണ് ഈ വീഡിയോയിൽ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ കാരണമായിട്ടുള്ളത്. കർത്താവായ യേശു ക്രിസ്തുവിൻ ശരീരം ധരിച്ചു ആത്മാവായ പരിശുദ്ധാത്മാവിൽ നിന്നാണ് ഈ സന്ദേശം. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും, അനുസരിച്ചാൽ ഐശ്വര്യം ആസ്വദിക്കും. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ആര് നമ്മുടെ പ്രതികൂലമാകും? റോമ 8:31. ഈ വചനത്തിൻ്റെ ബൈബിളുകളിൽ വാക്കുകളിൽ വ്യത്യാസമുണ്ടെങ്കിലും ഇതിൻ്റെ അന്തസത്ത ഒന്ന് തന്നെയാണ്. നാം ദൈവത്തിൻ്റെ പക്ഷത്താണ് എങ്കിൽ ദൈവം നമ്മുടെ പക്ഷത്താണോ? നാം ദൈവത്തിൻ്റെ പക്ഷത്താണെന്ന് പറയുകയും അങ്ങനെ അല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ പക്ഷത്തുണ്ടായിരിക്കുമോ? അശുദ്ധമായതൊന്നിനും ദൈവത്തിലേക്ക് പ്രവേശനമില്ല. കാരണം ദൈവം പരമപരിശുദ്ധനാണ്. പരിശുദ്ധനായിട്ടുള്ള ദൈവത്തിൻ്റെ പക്ഷത്തേക്ക്, അടുത്തേക്ക്, സമീപത്തേക്ക്
വിശുദ്ധി കൂടാതെ ദൈവത്തെ സമീപിക്കാൻ സാധ്യമല്ല. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തങ്ങൾ ഏത് തരത്തിലുള്ള അശുദ്ധിയിലാണോ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിൽ നാം മലിനമാക്കപ്പെട്ടിരിക്കുന്നു, ഏത് തരത്തിൽ നാം ദൈവത്തോട് അവിശ്വസ്ത പുലർത്തുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കാനായിട്ട് നമുക്കുള്ള യോഗ്യത എന്താണെന്നുള്ള ആ തിരിച്ചറിവ് പോലും ഇല്ലാതെ ഇന്ന് പലരും പറയുന്നു, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരെ നിൽക്കും, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം മാറുക. റോമർ 8:31 ഈ വചനം വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. നമുക്ക് മനസ്സിലാക്കാം, നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും ദൈവത്തോടു കൂടെ ആയിരിക്കുകയും ചെയ്യാനായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. നമുക്ക് ഇന്നറിയാം പല കാര്യങ്ങളറിയാം. തെറ്റാണെന്നറിയാം, തിന്മയാണെന്നറിയാം, പാപമാണെന്നറിയാം, അശുദ്ധമാണെന്നറിയാം, മലിനമാണെന്നറിയാം. കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യം കൂടിയുണ്ട്. എന്താ പറയുന്നത്? നിന്റെ സഹോദരൻ അശുദ്ധൻ എന്ന് കണ്ടാൽ അവനോടുകൂടെ ഭക്ഷണം പോലും കഴിക്കുക അരുത് എന്ന് പറയുന്ന ഒരു സത്യദൈവ വചനത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരാണ് ക്രൈസ്തവ ജനത. കാരണം നാം അശുദ്ധമായിട്ടുള്ള മേഖലയോട് പക്ഷം ചേരുമ്പോൾ നാം ദൈവത്തിൻ്റെ പക്ഷത്താണോ യഥാർത്ഥത്തിൽ? ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഈ വീഡിയോയുടെ തമ്പുനയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ക്രിസ്ത്യാനി കമ്മ്യൂണിസ്റ്റ് ആയാൽ ക്രിസ്ത്യാനിയുടെ ദൈവം ആരാണ്? ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ദൈവം ആരാണ്? നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളെക്കുറിച്ചും അവരുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അറിവും കേൾവിയും ഒക്കെ ഉണ്ട്. നാം കമ്മ്യൂണിസ്റ്റ് ആയിരിക്കെ ഞാൻ എൻ്റെ കർത്താവിൻ്റെ പക്ഷത്താണെന്ന് പറയുമ്പോൾ ഇത് ദൈവജനത്തെ ബോധ്യപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ കാര്യം നിങ്ങളോട് ഇപ്പോൾ പറയാൻ കാരണമായിരിക്കുന്നത്. കാരണം ആരാണ് അവരുടെ ദൈവം? അവരുടെ ഓഫീസുകളിലൊക്കെ കുറേ ഫോട്ടോസ് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഓഫീസിന് മുമ്പിലൊരു സ്തൂപം, കൊടിമരം ഒക്കെ ഉണ്ടായിരിക്കും, നേതാക്കളുണ്ടായിരിക്കും, പാർട്ടി. അവരെവിടെയാണ് വിവാഹം ചെയ്യാറ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ കൂടിയാലോചിക്കുന്നത്? നാം എവിടെയാണ് അത് ചെയ്യുന്നത്? മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അതുപോലെ തന്നെയാണ് ഇതര വിശ്വാസ സംഹിതകളുടെ പിൻബലത്തോടെ ഉള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ തന്നെയാണ്. നാം ഇന്ന് നമ്മുടെ അവകാശം രേഖപ്പെടുത്താനായിട്ട് വ്യാപരിക്കേണ്ട ഒരു സമയം ആണ് ഇപ്പോൾ. നമുക്കറിയാം, ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കടിഞ്ഞൂൽ അവകാശം വിറ്റ ഏസാവിനെ കുറിച്ച് നാം പഠിച്ചിട്ടുണ്ട്. പിന്നീടത് അവൻ ആഗ്രഹിച്ചെങ്കിലും അവനതിന് കഴിഞ്ഞില്ല. നമുക്കറിയാവുന്നൊരു കാര്യം. ഞാൻ ഇന്ന് ഒന്നാം പ്രമാണം ലംഘിച്ച് നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന് പറഞ്ഞ ദൈവവചനവും കൽപ്പനയും നിയമവും അനുസരിച്ച് വിശ്വസിച്ച് ജീവിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. എന്നിട്ട് ഈ പ്രമാണം ലംഘിച്ചുകൊണ്ട് നമ്മൾ
പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് പോകും. നാം പങ്കെടുക്കുകയും പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യും. പരിശുദ്ധ കുർബാന നാം സ്വീകരിക്കുമ്പോൾ യൂദാസ് എന്താണ് ചെയ്തത്? കർത്താവിനോട് കൂടെ ആയിരുന്നിട്ട് കർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന്, പാത്രത്തിൽ നിന്ന് ഭക്ഷിച്ചു. കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുത്തിയിട്ടുണ്ട്, 2 യജമാനന്മാരെ നിങ്ങൾക്ക് സേവിക്കാനാവില്ല. 2 യജമാനൻ വേശയിൽ നിന്ന് ഒരേ സമയം ഭക്ഷിക്കാനോ പാനം ചെയ്യാനോ നിങ്ങൾക്ക് സാധിക്കില്ല. ഇപ്പോൾ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 1-ാം പ്രമാണം ലംഘിച്ചിട്ടാണ് നാം പരിശുദ്ധ കുർബാന നാവ് നീട്ടി സ്വീകരിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളിൽ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവാണോ കയറുക, അതോ അശുദ്ധാത്മാവ്, യൂദാസിൽ കയറിയ അശുദ്ധാത്മാവാണോ നിങ്ങളിൽ കയറുക? നാം ലൂസിഫറിനും ചെകുത്താനും പിശാചിനും സാത്താനും ഇബ്ലീസിനെല്ലാം, എല്ലാ തരത്തിലുള്ള പൈശാചിക അരൂപികൾക്കും നാം വഴി തുറന്നിട്ട് കൊടുത്തുകൊണ്ട് നാം ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നു, ദൈവകൽപ്പനകൾ ലംഘിക്കുന്നു, വചനം ലംഘിക്കുന്നു, അത് കുമ്പസാരിക്കാതെ ഏറ്റുപറയാതെ മനസ്താപമോ അനുതാപമോ പശ്ചാത്താപമോ ഇല്ലാതെ നാം ദൈവസന്നിധിയിൽ ആയിരിക്കുകയും വ്യാപരിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു, അതുപോലെ തന്നെയാണ് പരിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യുന്നതും. വലിയ ഓഹരി ഭക്ഷിച്ചിട്ടാണ് മറ്റുള്ളവർക്ക് വിഭാവനം ചെയ്യുന്നത്. നാളെ ഒരു പുരോഹിതൻ പറയുകയുണ്ടായി, ഞാൻ ഇന്ന പാർട്ടിയാണ്. മറ്റൊരു പുരോഹിതൻ പറഞ്ഞു, ഞാൻ ഇന്ന പാർട്ടി ചേർന്നിരിക്കുന്നു എന്നൊക്കെ. അവരൊരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനൊക്കെ വച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്ന സഭാ നേതൃത്വങ്ങൾ ഏത് തരത്തിൽപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള അന്ധകാരത്തിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ശ്രേഷ്ഠ ജനതയാണെന്ന് നാം വിശേഷിപ്പിക്കുന്നു. കർത്താവിൻ്റെ വചനം നമ്മെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, പാപിയുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുകയില്ലെന്ന്. നമുക്കിതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ടോ? ശരിക്കും യഥാർത്ഥത്തിലുണ്ടോ? കർത്താവിന് വില കൽപ്പിക്കുന്നവരാണോ നിങ്ങൾ? കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരത്തിനും തിരുരക്തത്തിനും വില കൽപ്പിക്കുന്നവരാണോ നിങ്ങൾ? ഞാൻ എൻ്റെ ശരീരവും രക്തവും നിങ്ങൾക്ക് ഭക്ഷണമായി തന്നു, പക്ഷേ നിങ്ങൾ എനിക്ക് പകരമായി തരുന്നത് എന്താണ്? നിങ്ങളുടെ മ്ലേച്ഛതയും അശുദ്ധിയും തിന്മയും പാപവും അതിക്രമവും എല്ലാ തരത്തിലുള്ള അശുദ്ധിയും. ശരിയാണ്, കർത്താവ് പാപികളെ തേടിയാണ് വന്നത്. അതെ, പാപം ഉപേക്ഷിക്കാൻ, പാപത്തിൽ നിന്ന് മോചനം നേടാൻ, പാപിയെ രക്ഷിക്കാനാണ് യേശു വന്നത്. കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, നാം അശുദ്ധ മാംസത്തിൽ സ്പർശിക്കുകയും കൈ കഴുകുകയും ചെയ്തിട്ട് വീണ്ടും നാം അതിനെ സ്പർശിച്ചാൽ നാം കഴുകിയ കഴുകൽ കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? തിരുസഭ, കത്തോലിക്ക സഭ വീണുപോയത് എവിടെയാണ്? തെറ്റുപറ്റിയത് എവിടെയാണ്? നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരുപാട് പ്രബോധനങ്ങൾ കേട്ട്, ദൈവവചനം കേട്ട്, പ്രബോധകരിൽ നിന്ന് പ്രബോധനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ വ്യാപരിക്കുമ്പോൾ ആരുടെ കയ്യിൽ നിന്നാണ് നാം പ്രബോധനം സ്വീകരിക്കുന്നത്? ഏതു തരത്തിലുള്ള ആത്മാവാണ്
നമ്മോട് സംസാരിക്കുന്നത് എന്ന് നാം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇത് തിരിച്ചറിയാനുള്ള യോഗ്യത എന്താണ്? പത്രോസ്ലീഗ പരിശുദ്ധാത്മാവിന്റെ വചനത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. ശ്രേഷ്ഠ ജനതയെന്ന് നാം വിശേഷിപ്പിക്കപ്പെടുന്നു, മക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, ദാസരെന്ന് നാം വിളിക്കപ്പെടുന്നു, സ്നേഹിതരെന്ന് നാം വിളിക്കപ്പെടുന്നു. ഞാൻ എൻ്റെ അപ്പൻ്റെ മകനായിട്ട് ജീവിച്ചിരിക്കുന്നെങ്കിൽ, വ്യാപരിക്കുന്നെങ്കിൽ എൻ്റെ അപ്പന് യോഗ്യനായിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കണമോ വേണ്ടയോ? കർത്താവ് ആരെ നോക്കിയിട്ട വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്ന് വിളിച്ചത്? കർത്താവ് കുഴിമാടത്തിങ്കിലേക്ക് പോകുമ്പോൾ കർത്താവിനോട് പലരും പറഞ്ഞു, ഇന്ന് 4-ാം ദിവസമാണ്, അത് ദുർഗന്ധം വമിക്കും, അത് അഴുകിയിട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞു. 4 ദിവസമായാലും തീർച്ചയായിട്ടും ഇല്ലേ, ശവശരീരം അഴുകും. അതെ, അഴുകും, ചീഞ്ഞ് വയറ് പൊട്ടി ദുർഗന്ധം വമിക്കും. ആ ദുർഗന്ധത്തിലേക്ക്, നീ ഏത് തരത്തിലുള്ള ദുർഗന്ധത്തിലേക്ക് ആണ് ജീവിക്കുന്നതെങ്കിലും അതിലേക്ക് ഇറങ്ങി വന്ന് നിന്നെ കൈപിടിച്ചുയർത്തി തന്നോട് ചേർത്ത് ഒരു വിശുദ്ധനായിട്ട്, പരിശുദ്ധനായ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ യോഗ്യതയുള്ള ഒരു മകനും മകളുമായിട്ട് മാറ്റാൻ കഴിവുള്ളവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഇത് മറ്റാർക്കും സാധിക്കുന്ന കാര്യമല്ല. എന്തിനാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്? നാം നമ്മുടെ അവകാശം കച്ചവടച്ചരക്കാക്കിക്കൊണ്ടിരിക്കുക. എല്ലാ സ്ഥലങ്ങളെയും പോലെയാണോ ദൈവത്തിൻ്റെ ആലയം? എല്ലാ ആലയവും ദൈവത്തിൻ്റെ ആലയങ്ങളാണോ? അവിടെ ആര് വസിക്കണം? അത് ദൈവാലയമാകണമെങ്കിൽ അവിടെ ആര് വസിക്കണം? നിങ്ങൾ ചിന്തിക്കുക. അതെ, കടിഞ്ഞൂൽ അവകാശം വിറ്റ ആ മകനെ പോലെ നമ്മുടെ അവകാശം വിറ്റ് എന്ന് പറഞ്ഞാൽ, ജനത്തിൻ്റെ ദുഷ്ടത വർദ്ധിക്കുമ്പോഴാണ് ദുഷ്ടരും നീചരുമായിട്ടുള്ള ഭരണാധിപന്മാരെ ദൈവം തന്നെ നിങ്ങൾക്ക് നിയോഗിച്ചു തരുന്നത്. അനുഭവിച്ചില്ലേ? വീണ്ടും വീണ്ടും ഏൽപ്പിച്ചു കൊടുത്തു. നിങ്ങൾ തന്നെയാണ് ഏൽപ്പിച്ചു കൊടുത്തത്, മറ്റാരുമല്ല. അറിവും ജ്ഞാനവും ഇല്ലാത്തത് കൊണ്ടാണ് ജനം നശിച്ചു പോകുന്നത്. അറിവും ജ്ഞാനവും എവിടെ നിന്ന് കിട്ടും? ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കണം, അറിവും ജ്ഞാനവും ലഭിക്കണമെങ്കിൽ. ഈ സത്യാത്മാവാണ് നമുക്ക് യഥാർത്ഥ ബോധ്യങ്ങളും തിരിച്ചറിവും നൽകുന്നത്. അത് അല്ല എങ്കിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് നന്മയായിട്ട് പലതും തോന്നും, പ്രത്യക്ഷത്തിൽ നല്ലതുപോലെ നമുക്ക് തോന്നും, മനോഹരമായിട്ട് കാണും, മനോഹരമായിട്ട് കേൾക്കും, മനോഹരമായിട്ട് അറിയും. പക്ഷേ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന തിന്മ, അത് നാശത്തിൻ്റെതാണോ അതോ രക്ഷയുടേതാണോ, ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഏത് കാര്യവും ദൈവത്തെ അറിയാത്തവരും ദൈവം ഇല്ല എന്ന് പറയുന്നവർക്കും നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തെ അറിയാത്തവർക്കും ദൈവമില്ല എന്ന് പറയുന്നവർക്കും തങ്ങളെ തന്നെ ദൈവമായി പ്രതിഷ്ഠിക്കുന്നവർക്കും നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക.
നിങ്ങളുടെ കടിഞ്ഞൂൽ അവകാശങ്ങൾ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പക്ഷേ നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾക്ക് ജീവനും ആത്മാവും നൽകുന്ന ഒരു സത്യ ദൈവമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിന്റെ ആത്മാവിനെ നഷ്ടപ്പെട്ടാൽ നിന്റെ അവസ്ഥ എന്തായിരിക്കും? ഈ സംസാരം കേൾക്കാൻ പോലും ജീവിച്ചിരിക്കില്ല. ഈ സംസാരം മാത്രമല്ല, മറ്റാരുടെയും സംസാരം നിനക്ക് കാണാനോ കേൾക്കാനോ അറിയാനോ സാധിക്കില്ല, സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ടാൽ. ഉത്തമമായത് തിരഞ്ഞെടുക്കാൻ, ഉചിതമായത് പ്രവർത്തിക്കാൻ ദൈവജനത്തിന് സാധിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് അവരോടുകൂടെ ഉണ്ടായിരിക്കുക എന്ന് തെളിവാക്കപ്പെടുന്ന കാര്യങ്ങളാണ്. വിശുദ്ധരായിട്ടുള്ള ജനവും ജനതയും പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഏത് തരത്തിലുള്ള സ്ഥാനത്ത് നിൽക്കുന്നവരാണെങ്കിലും, കാസ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഒരു ലേഖനമൊക്കെ കണ്ടു. കാസ തന്നിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടോ? കാസയിലല്ല, അതിൻ്റെ നേതൃത്വങ്ങളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. നാം ചിന്തിക്കണം. അതെ, ഏത് ഇടവകയിലായാലും, ഫൊറാനയിലായാലും, രൂപതയിലായാലും, അതിരൂപതയിലായാലും, കത്തോലിക്ക സഭയിലായാലും, തിരുസഭയിലായാലും പരിശുദ്ധാത്മാവ് നിങ്ങളോടുകൂടെ ഉണ്ടോ? കച്ചവടക്കാർക്ക് എന്തിനാ പരിശുദ്ധാത്മാവ്? അല്ലേ? വ്യാപാരം, എല്ലാം വ്യാപാരമാണ്. എൻ്റെ ആലയം നിങ്ങൾ കച്ചവടക്കാരുടെ ഗുഹയാക്കി മാറ്റി, അതായത് ഗോഡൗൺ ആക്കി മാറ്റി, അല്ലേ? അല്ലെങ്കിൽ മ്ലേച്ഛതയ്ക്കും അശുദ്ധിക്കും തിന്മയ്ക്കും പാപത്തിനും അതിക്രമത്തിനും തെറ്റുകൾക്ക് കുറ്റങ്ങൾക്ക് പാപങ്ങൾക്ക് അതിക്രമങ്ങൾക്കും മ്ലേച്ഛത അശുദ്ധി തിന്മ എല്ലാ തരത്തിലുള്ള അനീതിക്ക് ന്യായം വിധിച്ചു കൊടുക്കാൻ, നിർവഹിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല. വിധവകളെയും അനാഥരെയും അഗതികളെയും നിരാലംബരെയും തിരസ്കരിക്കപ്പെട്ടവരെയും വെറുക്കപ്പെട്ടവരെയും ഉപേക്ഷിക്കപ്പെട്ടവരെയും തള്ളിക്കളയപ്പെട്ടവരുടെയും ഈ ലോകം തന്നെ തിരസ്കരിച്ച് കളഞ്ഞവർക്ക് അവർക്ക് നേതാക്കന്മാരോ അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ ഇടപെടുന്നവരോ ആയി. ദൈവത്തിൻ്റെ സ്നേഹത്തിന്, കർത്താവിൻ്റെ കരുണയ്ക്ക്, അത് സദാസമയം പ്രാർത്ഥിക്കുന്നു കരുണയ്ക്ക് വേണ്ടി. കർത്താവിൻ്റെ കരുണയുടെ ലക്ഷ്യം, കർത്താവേ എന്നെ ഞങ്ങളെ തിരുസഭയെ പഠിപ്പിക്കണമേ. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, തിരുസഭ മുഴുവനെയും, കേരള കത്തോലിക്ക സഭയും, ദൈവജനത്തെയും അനുതാപത്തിനുള്ള വഴിയൊരുക്കി സ്വർഗം സന്തോഷിക്കാൻ ഇടയാകുമാറ് കർത്താവിൻ്റെ കരുണ നിറഞ്ഞു കവിഞ്ഞൊഴുകാൻ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് യേശുനാമത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ഏകദൈവത്തിന് അനന്തകോടി നന്ദി, സ്തുതി, സ്വസ്ത്രം, ആരാധന, മഹത്വം എന്ന അനന്തകോടി പ്രാവശ്യം ഏറ്റുചൊല്ലി ഉദ്ഘോഷിച്ചുകൊണ്ട് പ്രഘോഷിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് കർത്താവേ, ഈ സന്ദേശം അവിടുത്തെ മക്കൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. യേശുനാമത്തിൽ ദൈവപിതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് വിശുദ്ധാത്മാക്കളോട് ചേർന്ന് സമർപ്പിക്കുകയാണ്. ഈശോയെ നന്ദി, സ്തുതി, സ്തോത്രം, ആരാധന, മഹത്വം അനന്തകോടി പ്രാവശ്യം ഏറ്റുചൊല്ലിയിൽ ഘോഷിക്കുന്നു, പ്രഘോഷിക്കുന്നു, പ്രഖ്യാപിക്കുന്നു, ഏറ്റുപറയുന്നു. കർത്താവേ, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ. അവിടുന്ന് ശാപത്തിൻ്റെയും കർത്താവാണല്ലോ ഈശോയെ. ഉചിതമായിട്ട് ശാപത്ത് ആചരിക്കുന്നെങ്കിൽ
അത് നല്ലത് തന്നെ. ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിന് വന്ദനം. ആവേ മരിയ. ഇമ്മാനുവേൽ.